ഭിന്നശേഷിയുള്ള കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ കോടംതുരുത്ത് പഞ്ചായത്തിൽ ഗുരുതരമായ ജലമലിനീകരണം നടക്കുന്നതായി റിപ്പോർട്ടർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ഇടത്തോടുകളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്തെ ജലസ്രോതസ്സുകളിലെല്ലാം ഒഴുകിയെത്തുന്നത് മത്സ്യസംസ്കരണ ഫാക്ടറികളിൽ നിന്നുള്ള രാസവസ്തുക്കൾ അടങ്ങിയ വിഷമയമായ ജലമാണ്. ഭൂഗർഭജലത്തെ ആശ്രയിക്കുന്ന ഈ പഞ്ചായത്തിൽ 242ഓളം പേരാണ് ഭിന്നശേഷിയുള്ളതായി പഞ്ചായത്തിന്റെ മാത്രം കണക്കിലുള്ളത്. റിപ്പോർട്ടർ അന്വേഷണം. ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളുടെ വിലാപഭൂമിയാണ് ആലപ്പുഴ ജില്ലയിലെ കോടംതുരുത്ത് ഗ്രാമം. ഇത് കോടംതുരുത്ത് പഞ്ചായത്തിലെ കുറുമ്പിക്കായൽ. 15 വാർഡുകൾ മാത്രമുള്ള ഈ ചെറിയ ഗ്രാമത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കുറുമ്പിക്കായലിന്റെ കൈവഴികൾ ഒഴുകിയെത്തുന്നു. കോടംതുരുത്ത് ജപ്പാൻ കുടിവെള്ള പദ്ധതി എത്തിയിട്ട് 1.5 വർഷം മാത്രമേ ആകുന്നുള്ളൂ. പ്രദേശത്ത് ജനങ്ങളാകെ ആശ്രയിക്കുന്നത് ഭൂഗർഭജലത്തെയാണ്. ഇനി ഈ കാഴ്ച ഒന്ന് കാണുക. കുറുമ്പിക്കായലിലേക്ക് വിവിധ മത്സ്യസംസ്കരണ ഫാക്ടറികളിലെ രാസമാലിന്യങ്ങൾ ഒഴുകിയെത്തുന്ന കുഴലുകളാണിവ. ഈ ഫാക്ടറികളിൽ ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നതാകട്ടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതിയില്ലാതെയും. കായലിൽ ശ്രദ്ധയോടെ വീക്ഷിച്ചാൽ രാസവസ്തുക്കൾ ഒഴുകി നീങ്ങുന്നതായി കാണാം. ഇനി ശുദ്ധമായ കുടിവെള്ളം എന്ന പേരിൽ നൽകുന്ന ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ അവസ്ഥ ഇതാണ്. പലയിടങ്ങളിലും പൈപ്പുകൾ പൊട്ടി രാസവസ്തുക്കളുള്ള ഭൂഗർഭജലവുമായി ശുദ്ധജലം കൂടിക്കലരുന്നു. ഈ കായലുമായിട്ട് ബന്ധപ്പെടുന്ന 6-7 തോടുകൾ ഞങ്ങളുടെ ഈ വാർഡിലോട്ട് തന്നെ കയറി വരുന്നുണ്ട്. ഏറ്റക്കുള്ള കായലാണ്. ഏറ്റത്തിന്റെ സമയത്ത് ഈ തോടുകൾ കൂടിയെല്ലാം കായലിലെ വെള്ളം ഇങ്ങോട്ട് കയറി വന്ന് ഉൾപ്രദേശങ്ങളിലോട്ട് വരാറുണ്ട്. ആ വരുന്ന വെള്ളത്തിൻ്റെ ഉറവകൾ ഞങ്ങൾ ഇപ്പോൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ബോർവെല്ലായാലും കിണറിലായാലും ശരി, ആ വെള്ളത്തിലോട്ടെല്ലാം ഇതിൻ്റെ അംശങ്ങൾ വരുന്നുണ്ട്. അതിൽ കൂടി വരുന്ന പൊല്യൂഷൻ ഒരു ശരിയായിട്ടുള്ളൊരു കാരണമാണ്. മത്സ്യസംസ്കരണ മേഖലയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങളാണ് ഇവിടെ ഏറെയും. ഇവരുടെ കുഞ്ഞുങ്ങളാണ് ഭിന്നശേഷിയുള്ളവരായി ജനിച്ചു വീഴുന്നത്. ഈ കുടുംബങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാകട്ടെ മലിനജലവും. കോടംതുരുത്തെ ഭിന്നശേഷിക്ക് പിന്നിൽ രാസവസ്തുക്കൾ അടങ്ങിയ ജലമാണോ എന്നും ഇവ എങ്ങനെ നിരോധിക്കണമെന്നും ഉറപ്പുവരുത്തേണ്ടത് ആരോഗ്യവകുപ്പിന്റെ പഠനങ്ങളാണ്. പക്ഷേ ഈ വിഷമൊഴുക്കലിനോട് കണ്ടിട്ടും കണ്ടതേയില്ലെന്ന ഭാവമാണ് പഞ്ചായത്ത് അധികൃതർക്ക്. കോടംതുരുത്തെ ജലസ്രോതസ്സുകൾ വിഷം കലർന്നു എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇനി ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ജനനത്തിന് പിന്നിൽ ഈ ജലസ്രോതസ്സുകളാണെങ്കിൽ നടപടിയെടുക്കേണ്ടത് അധികൃതരാണ്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ ബിനു അലോഷ്യസിനൊപ്പം ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ.